ഓളപ്പരപ്പിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് ട്രാക്കുകൾ കീറിമുറിച്ചുകൊണ്ട് പള്ളിയോടങ്ങൾ ആറന്മുളയിൽ അവസാന നിമിഷത്തിലേക്ക് പോവുകയാണ്. ഫൈനലിലേക്ക് എത്തുക ആരായിരിക്കും? 52 പള്ളിയോടങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. കണ്ണൻ നായർ ചേരുന്നുണ്ട് വിസ്മയ കാഴ്ചയുടെ വിവരങ്ങൾ നൽകാൻ. കണ്ണൻ, ലൂസേഴ്സ് ഫൈനൽ നേരത്തെ ഏത് ടീമാണ് എത്തിയത്? ഇനി ഉള്ള അടുത്ത മത്സരങ്ങൾ ഫൈനൽ എപ്പോൾ നടക്കും? എങ്ങനെയാണ് അവിടുത്തെ ദൃശ്യവിസ്മയങ്ങൾ? കണ്ണൻ, പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ലൂസേഴ്സ് ഫൈനൽ ബി ഗ്രേഡ് ഫൈനൽ മത്സരം പൂർത്തിയായിരിക്കുന്നു. ആര് ജയിച്ചു എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. വലിയ രീതിയിലുള്ള മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന ഇതാണ് ഇവിടെ നടക്കുന്ന യുദ്ധമാണ്, ജലയുദ്ധമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒന്നാം ട്രാക്കിലുണ്ടായിരുന്നത് ഇടക്കുളമാണ്, 46 നമ്പർ വള്ളം. രണ്ടാം ട്രാക്കിലുണ്ടായിരുന്നത് കോട്ടാറ്റൂർ കൈതക്കോടി. മൂന്നാം ട്രാക്കിലുണ്ടായിരുന്നത് കോടിയാട്ടുകര. നാലാം ട്രാക്കിലുണ്ടായിരുന്നത് തോട്ടപ്പുഴശ്ശേരി. ഈ 4 വള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത്. ആ പോരാട്ടത്തിൽ ആര് ജയിച്ചു എന്ന് പറയുക അസാധ്യമാണ്. ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്നത് കൃത്യമായി കാണണമെങ്കിൽ കഴിഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ് കാണേണ്ടിയിരുന്നത്. 4 വള്ളങ്ങളും തുടക്കം മുതൽ ഒരേ രീതിയിൽ തുഴഞ്ഞ്, ഒരേ താളത്തിൽ തുഴഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. വഞ്ചിപ്പാട്ട് പാടി ഒരേ താളത്തിൽ ഒരേ രീതിയിൽ മുന്നോട്ട് വരികയാണ്. അവരുടെ തുഴച്ചിൽക്കാർക്കെല്ലാം 64 പേർക്കും ഒരേ ആരോഗ്യമാണ്, ഒരേ താളമാണ്, ഒരേ രീതിയിൽ ഒരേ ആയത്തിൽ തുഴയുകയാണ്, പാടി തുഴയുകയാണ്. പക്ഷേ അവരുടെ ആ അവസാന സെക്കൻഡുകൾ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയത്തിലേക്ക് എത്തുക. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആരാണ് മുന്നിൽ എന്ന് പറയണമെങ്കിൽ ഫോട്ടോ ഫിനിഷ് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫൈനൽ മത്സരം ഇവിടെ ആരംഭിക്കും. ശരി കണ്ണൻ, അങ്ങനെ വള്ളപ്പാട്ട് പാടി തുഴയെറിഞ്ഞുകൊണ്ട് ആവേശം തീർത്തുകൊണ്ടാണ് പള്ളിയോടങ്ങൾ ജലഘോഷയാത്ര തീർക്കുന്നത്. അങ്ങനെ ആറന്മുളയിൽ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഭഗവാന്റെ മണ്ണിൽ ആറന്മുളയിലാണിപ്പോൾ പള്ളിയോടങ്ങൾ വിസ്മയ കാഴ്ചകൾ തീർക്കുന്നത്. വിവിധ ട്രാക്കുകളിലൂടെ പള്ളിയോടങ്ങൾ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് വിസ്മയങ്ങൾ തീർക്കുമ്പോൾ ഇത്തവണ 52 പള്ളിയോടങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സമാനമായ രീതിയിലാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ പൊടിപൂരമാക്കുന്നത്. മറ്റൊരു കാഴ്ച നമ്മൾ തൃശ്ശൂരിലേതാണ്. തൃശ്ശൂരിനെ കൂടുതൽ ആവേശത്തിലെത്തിക്കൊണ്ട് ഓരോ ദേശക്കാരും 7 ദേശക്കാരും വരവറിയിച്ച് അവ തേങ്ങ ഒടിച്ചുകൊണ്ട് ഇപ്പോൾ അവർ അവിടേക്ക് എത്തി. ഈ സ്വരാജ് റൗണ്ടിൽ വലിയ വിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് ഒരു സൈഡിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഫൈനൽ റൗണ്ട് ജലമേള, അതിൻ്റെ ജലപൂരം, അതിൻ്റെ ആ കാഴ്ചയാണ് നമ്മൾ വിസ്മയ കാഴ്ചയാണ് കാണുന്നത്. തുഴയെറിഞ്ഞുകൊണ്ട് ആരോഗ്യവാന്മാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തമാവേശം. കണ്ണൻ, ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയല്ലേ? പ്രതീക്ഷ, അവസാന മത്സരം പുരോഗമിക്കുകയാണ്. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, കാര്യം ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു, സന്ധ്യ ഏറെ ആയിരിക്കുന്നു. പക്ഷേ 4 വള്ളങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച മിന്നായം പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 4 വള്ളങ്ങളും ഒരേ രീതിയിലാണ്. അത് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഈ ആറന്മുള വള്ളംകളിയിലെ അവസാനത്തെ മത്സരം 2024 ആറന്മുള വള്ളംകളിയിലെ അവസാന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ നെല്ലിക്കുളം, രണ്ടാം ട്രാക്കിൽ കോയിപ്പുറം, മൂന്നാം ട്രാക്കിൽ ഇടനാട്, നാലാം ട്രാക്കിൽ ഇടപ്പാവൂർ, പേരൂർ. ഈ 4 വള്ളങ്ങൾക്കും ചരിത്രമുള്ള വള്ളങ്ങളാണ്. വർഷങ്ങളായി ഈ തിരുവാറന്മുള അപ്പന്റെ മുന്നിൽ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളാണ്. മന്നൻ ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള വള്ളങ്ങളാണ്. ഈ 4 വള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. രാത്രിയുടെ വെട്ടമില്ലായ്മയൊന്നും വെളിച്ചമില്ലായ്മയൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ അതിശക്തമായി തുഴഞ്ഞുകൊണ്ട് തങ്ങൾക്ക് മന്നൻ ട്രോഫിയിൽ മുത്തമിടണം, തങ്ങളുടെ കരയിലേക്ക് മന്നൻ ട്രോഫി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു തുഴച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം. 4 വള്ളങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം മാർഷേട്ടനോടുണ്ട്. മാർഷേട്ടാ, നിങ്ങളുടെ നാട്ടിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാത്രി ഏതാണ് വള്ളം വരുന്നതെന്ന് കാണുവാൻ വേണ്ടി പറ്റുന്നില്ല.
പ്രധാനമായി എനിക്ക് തോന്നുന്നു നെല്ലിക്കൽ വളരെ കൃത്യമായി മുന്നിട്ട് വന്നിട്ടുള്ള വള്ളമാണ്, പുതിയ വള്ളമാണ് എന്നുള്ളതുകൊണ്ട് അത് 24 1-ാം നമ്പർ ട്രാക്കിൽ കയറുന്നുണ്ട്. കോയിപ്രമാണ് 2-ാം നമ്പർ ട്രാക്കിൽ. അതിനൊപ്പം തന്നെ ഇടനാടുണ്ട്. ഇടനാടും പേരുകെട്ട വെള്ളമാണ്. ഇടപ്പാവൂർ പേരൂർ ഏറ്റവും കൂടുതൽ തവണയും ഫൈനലുകൾക്ക് മത്സരിച്ചിട്ടുള്ള വള്ളമാണ് ഇടപ്പാവൂർ. ഇടപ്പാവൂർ 2ാമത്തെ പള്ളിയോടമാണത്. അതുകൊണ്ട് തന്നെ ഇടപ്പാവൂരാണോ അതോ ഇടനാടാണോ ഇനിയും നെല്ലിക്കലാണോ എന്നുള്ളതാണ് സംശയം. ഇതേത് വള്ളം ആണ് മുന്നിലെന്ന് പറയാൻ സാധിക്കില്ല. ഇരുട്ട് വീണിരിക്കുന്നു. ഒരേ സമയം ഒരേപോലെ തന്നെ 4 വള്ളങ്ങളും ഒരേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഇത് ഏത് വള്ളമെന്ന് പറയാൻ കഴിയുന്നില്ല കണ്ണ. അതുതന്നെയാണ് പ്രതീക്ഷ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. കട്ടയ്ക്ക് പോരാട്ടം. 4 വള്ളങ്ങൾ, 2 വള്ളങ്ങളെടുത്ത് മറ്റ് 2 വള്ളങ്ങളെടുത്ത് അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. വഞ്ചിപ്പാട്ട് പാടി ഒരേ മനസ്സോടെ ഒരേ കൈക്കരുത്തോടെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. ഇതാണ് കാഴ്ച. സന്ധ്യയായെങ്കിൽ പോലും എല്ലാവരുടെയും കണ്ണുകൾ ആ കിഴക്കോട്ടാണ്. പമ്പയാർ ഒഴുകി വരുന്ന ആ കിഴക്കോട്ടാണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് ഒരു 500-600 മീറ്റർ മാത്രമാണ് തുഴയാനുള്ളത്. ശ്വാസം പിടിച്ചുകൊണ്ട് തുഴക്കാർ തുഴഞ്ഞു മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കാഴ്ച. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. വള്ളംകളിയുടെ ഭംഗി എന്താണ്, വള്ളംകളിയുടെ ആസ്വാദനം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും ഇവിടേക്ക് വരണം. ഇവിടെ എത്തി ഈ വള്ളംകളി കാണണം. അത് തന്നെയാണ് അമരവും അണിയവും ഒരുപോലെ ആകാശത്ത് നിൽക്കുന്ന, നടുഭാഗം മാത്രം വെള്ളത്തിൽ നിൽക്കുന്ന ആ ജല ശില്പത്തെ തുഴഞ്ഞുകൊണ്ട് വേഗത്തിൽ വരാൻ സാധിക്കുന്നെങ്കിൽ ഇവരാണ് ഏറ്റവും കരുത്തുള്ളവർ. ഈ ആറന്മുളക്കാരും ചെന്നിത്തലക്കാരും അതുപോലെ തന്നെ അപ്പർ കുട്ടനാട്ടുകാരും പത്തനംതിട്ടക്കാരും ആലപ്പുഴക്കാരും ഒക്കെ തന്നെയാണ് ഏറ്റവും കരുത്തുള്ളവർ, ഏറ്റവും നല്ല മനസ്സിലുള്ളവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വർഷേട്ട. വളരെ 4 വള്ളങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് പോരാട്ടം.